ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കെല്ലാം വളരെയേറെ ഇഷ്ടമുള്ള മാഷ്മെല്ലോയാണ്. ഇത് വളരെ സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര പാനി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു നൂൽ പരുവം എന്ന് പറയില്ലേ, ആ രീതിയിൽ വേണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഈ പഞ്ചസാര ലായനി ഒരു നൂൽ പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. ചെറിയ ചൂടോടെ തന്നെ നമുക്കിനി ഇത് ഒരു ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ടയായി പോകും. ഇപ്പോൾ നമ്മുടെ മിക്സിൻ്റെ കളറ് ഒരു വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ജെലാറ്റിൻ്റെ ഒരു സ്മെല്ല് മാറി കിട്ടുവാൻ വേണ്ടിയാണ് വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു റിബൺ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സിലിക്കോൺ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് കോൺഫ്ലവറിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എയർ ബബിൾസ് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു 2 മിനിറ്റ് മാറ്റി വയ്ക്കാം. 2 കളറിലാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി പകുതിയിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് റെഡ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പതുക്കെ ഈ മോൾഡിൽ നിന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബട്ടർ പേപ്പറും കൂടി ഒന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും ധൃതി പിടിക്കാതെ സാവകാശം വേണം ഇത് റിമൂവ് ചെയ്തെടുക്കാൻ.
ഇതിൻ്റെ ഓരോ എഡ്ജിലോട്ടും കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് റിമൂവ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കത്തി കോൺഫ്ലവർ ഒന്ന് പുരട്ടിയതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മളെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാഷ്മലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ റെസിപ്പി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.